ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു റേഷ്യോയിലുള്ള വീഡിയോസ്. അപ്പോൾ ഇത്തരം വീഡിയോസ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ഒരു പ്രൊജക്റ്റ് ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലേക്ക് നമ്മുടെ വീഡിയോസും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്നും ദെൻ ലാസ്റ്റ് ആയിട്ട് ആ ഒരു എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇത്തരം വീഡിയോസിന് യൂസ്ഫുൾ ആവുന്ന എലമെന്റ്സ്, ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അലൈറ്റ് മോഷനിലായ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെയാണ്. സോ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്കൊരു പെൻസിൽ ഐക്കൺ കാണും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷനിൽ അതിൽ ഓൾറെഡി വരുന്ന സെറ്റ് ആയിരിക്കും. സോ നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് 90/20 ഇൻറ്റു ആ ഒരു 600 എന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റേഷ്യോയിലുള്ള ആ ഒരു പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലാണ് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ നമുക്കൊരു റെഫറൻസ് വീഡിയോ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിയോ. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു വീഡിയോ നമുക്ക് റെഫറൻസ് വെച്ചിട്ട് ചെയ്ത് പഠിപ്പിക്കുക എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതെന്ന്. സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോയുടെ ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ബീറ്റ് മാർക്ക് ചെയ്യാം. സോ നമുക്ക് ഇവിടം വരെയാണ് ആ ഒരു വൈറ്റ് ലൈൻ വരുന്നത്, സോറി ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. സോ അവിടെ മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെ വെൻ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് വരുന്നുണ്ട്. സോ അവിടെ മാർക്ക് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് ഇത് ഇവിടെ. ഓക്കെ, ഇത്രയും ചെയ്ത് കാണിച്ചു തരാം. ദെൻ ആ ഒരു സോങ്ങും അതും കട്ട് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഷേപ്പ് ആഡ് ചെയ്യുക. ദെൻ അത് സ്ക്രീൻ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ അടിയിൽ കിടക്കണ ആ ഒരു റെഫറൻസ് വീഡിയോ ജസ്റ്റ് ഒന്ന് മോളിലേക്ക് എടുത്തിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് ഈ ഒരു കോർണറിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ ആ ഒരു ആഡ് ചെയ്ത ഷേപ്പിൻ്റെ കളർ അതിൻ്റെ ഫില്ലിൽ പോയിട്ട് കളർ പിക്ക് ചെയ്യുന്ന ടൂള് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മേലെ കാണുന്ന ആ ഒരു റെഫറൻസിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കളർ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ടെലിഗ്രാം ചാനലിൽ കുറച്ച് ഫോൺസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൺസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ലൈറ്റ് മോഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു റെഫറൻസിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ടെക്സ്റ്റ് ഇതുപോലെ തന്നെ കൊണ്ടുവരണം. സോ അതിനായി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എവിടം വരെയാണ് ആ ഒരു എനിത്തിങ് എൽസ് എന്നുള്ള എഴുതിയിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടം വരെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാം. ശേഷം ബാക്ക്ഗ്രൗണ്ടും കൊണ്ടുവരണം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു റെഫറൻസ് വീഡിയോ പോലത്തെ ടെക്സ്റ്റിനെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മൂവ് ആൻഡ് ട്രാൻസ്ഫോറിൽ പോയിട്ട് സൂമിൽ ആ ഒരു മെർജ് ചെയ്ത് അൺലോക്ക് ചെയ്തിട്ട് മേലത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് അതൊന്ന് ജസ്റ്റ് ക്ലോസ് ആവണത് കാണാം. ഓക്കെ, ഇത്ര ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ എഫക്റ്റിൽ പോവുക. ദെൻ നമുക്ക് സെർച്ചിൽ ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് അത്യാവശ്യം ഈ ഒരു രീതിയിൽ സ്പേസ് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്രൊജക്റ്റ് ഫയൽ ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എവിടം വരെയാണ് ആ ഒരു ടെക്സ്റ്റ് ഉള്ളത്, ഇത് ഇവിടം വരെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ്ങിൽ പോയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് കുറച്ച് കൊടുക്കുക, ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കുക ഒപ്പാസിറ്റി. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് ആഡ് ചെയ്തതിന് ആ ഒരു കീ ഫ്രെയിമിൻ്റെ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ കാണാം ഏതാണ്ട് സെയിം ആണ് ആ ഒരു ഒപ്പാസിറ്റി വരുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോസിൽ നമ്മളിപ്പോൾ ഷേപ്പ് ആഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ടെക്സ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഈ ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിനായി നമുക്കൊരു ഫോട്ടോ വേണം. സോ ഒരു ഫോട്ടോ PNG ആക്കണം. ഓക്കെ, നമുക്ക് ഗാലറി ചെന്നിട്ട് ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ ചൂസ് ചെയ്യണത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ക്രോപ്പ് ചെയ്ത് ഒരു 1:1 ആക്കി എടുക്കുക, സ്ക്വയർ ആക്കി എടുക്കുക. ശേഷം ഡൺ കൊടുത്തതിന് ശേഷം ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. സോ അതിനായി നമുക്ക് ഫ്രീ പിക്ക് അല്ല, ഫോട്ടോ റൂം എന്ന് പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ഈ ഒരു ഫോട്ടോ റൂം. അപ്പോൾ ഫോട്ടോ റൂമിൽ ഓപ്പൺ ആക്കുക, ജസ്റ്റ് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ആ ഒരു ട്രാൻസ്പെറൻറ്റ് കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ശേഷം നമ്മുടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, അതിലേക്ക് ഈ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എടുക്കാം. സോ അതിനായിട്ട് നമുക്ക് എഫക്ട് സെക്ഷനിൽ പോവുക, സാറ്റുറേഷൻ അതിൻ്റെ വൈബ്രൻസി ആഡ് ചെയ്തിട്ട് സാറ്റുറേഷൻ കുറച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. ദെൻ വീണ്ടും നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുക്കുക. ശേഷം നമുക്ക് ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എല്ലാത്തിലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത്യാവശ്യം ആ ഒരു സാറ്റുറേഷനൊക്കെ കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടില്ല ആ ഒരു മോഹൻലാലിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു റെഡ് കളർ വരുന്നത്. സോ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ബാക്കിൽ ആ ഒരു റെഡ് ഓവറിൽ വരുന്നത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോ അതിനെ നമുക്ക് ഈ ഒരു ഓവറിൽ ഇതിലേക്ക് ഏഡാക്കാം. സോ ഒരു ഇങ്ക് എന്നാണ് ഇതിനെ പറയുക, ഇങ്ക് ഓവറിൽ എന്നാണ് ഇതിനെ പറയാം. സോ ഈ ഒരു ഓവറിൽ ഏഡാക്കിയതിന് ശേഷം അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് ഇതിൻ്റെ എഫക്ട് സെക്ഷനിൽ വരാം. എഫക്ട് സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ആ ഒരു മാസ്ക് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോമാക്കി എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് കാണും. സോ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ദെൻ ആ ഒരു ഗ്രീനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളർ പിക്ക് ചെയ്യാൻ കൊടുത്ത് വൈറ്റ് പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ആ ഒരു ത്രിഷോൾഡ് എന്നുള്ള ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ അതിന് ആ ഒരു വൈറ്റ് ഒക്കെ പോയി കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു വൈറ്റ് ഒക്കെ പോയിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ബ്ലാക്ക് അല്ല വേണ്ട, ആ ഒരു റെഡ് കളറാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റെഡ് കളർ എങ്ങനെ വരുത്താൻ നോക്കാം. സോ അതിനായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഷേപ്പ് ആഡ് ചെയ്യാം. അതിൻ്റെ കളർ നമുക്ക് മേലത്തെ റെഫറൻസ് പോലെ തന്നെ റെഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ഈ ഒരു റെഡ് ആക്കി കൊടുക്കുക. ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു ഓവർലിയുടെ അടിയിലേക്ക് ആക്കി കൊടുക്കുക. ദെൻ അത് രണ്ടും കോപ്പി ചെയ്ത് ആ ഒരു സെൻറ്ററിൽ കാണുന്ന ആ ഒരു മാസ്കിൻ്റെ അവിടെ കൊടുക്കുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കത് റെഡ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണ്ട റെഡ് വേണ്ട വേറെ വല്ല കളർ ആണ് വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു എഡിറ്റ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ കളർ മാറ്റി കൊടുക്കുക. സോ ഞാൻ ഇവിടെ ഈ ഒരു റെഡ് തന്നെയാണ് ചൂസ് ചെയ്യണേ. ദെൻ വീണ്ടും നമുക്കത് സെലക്ട് ചെയ്യുക, മാസ്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇടയിൽ വെച്ച് ആ ഒരു ഷേപ്പ് ആ ഒരു കളർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു ആഡ് ചെയ്ത ഷേപ്പ് ഫുള്ളായിട്ടില്ലെന്നാണ് അർത്ഥം. സോ എഡിറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഒരു ഷേപ്പ് വീണ്ടും നമുക്ക് ഫുള്ളാക്കിയിടാം. ഓക്കെ, ആ ഒരു ഇങ്ക് ഇങ്ക് ഓവറിൽ എവിടം വരെയാണോ വേണ്ടത് ഉള്ളത് അവിടം വരെ നമുക്ക് ഈ ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കണം. സോ ഇത് അത്ര നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. സോ ഈ ഒരു ഡാർക്കിൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റെഡ് വേറൊരു ഫീലിലേക്ക് കിട്ടും. ആ ഒരു ടെക്സ്റ്റിൻ്റെ മേലെ കൂടെ ഒക്കെ ആയിട്ടൊക്കെ കിട്ടും. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബ്ലെൻഡിൽ മൾട്ടിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ടെക്സ്റ്റുമേലും ഈ ഒരു റെഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ റെഫറൻസ് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു രണ്ടാമത്തെ ക്ലിപ്സിൽ നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡിൽ വരാം. വേറൊരു ഷേപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കളർ പിക്ക് ചെയ്ത പോലെ ഇതുപോലെ പിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ഷേപ്പ് ഇവിടം വരെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് നേരെ നമുക്ക് അടിയിലാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് മൂവിങ് ആണ്. സോ ഇത്തരം വീഡിയോസിൽ നമ്മൾ ഇടയ്ക്കിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ സൂമായി വരുന്നതൊക്കെ കാണാം. സോ അതിനെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നിന്നാണ് അത് ഈ ഒരു റെഫറൻസ് പോലെ നമുക്ക് എങ്ങനെയാണ് ടെക്സ്റ്റ് പോകണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഷേപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ റെഫറൻസ് ജസ്റ്റ് ഒന്ന് മേലേക്ക് എടുത്തിടാം. എന്നിട്ട് നമുക്ക് ആ ഒരു കളർ പിക്കിൽ പോയിട്ട് നമ്മുടെ റെഫറൻസിൻ്റെ കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെൻ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റാണ് സൂമായിട്ട് വരേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ പോയിട്ട് വെൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക. ശേഷം ആ ഒരു ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഈ ഒരു തൽക്കാലം ഈ ഒരു ഫോണ്ടാണ് എടുത്തത്. എന്നിട്ട് അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക.
ശേഷം ഇവിടം വെച്ച് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ എഫക്ട് സെക്ഷനിൽ പോവുക. എഫക്ട് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ബാക്കിലുള്ള ടെക്സ്റ്റ് ജസ്റ്റ് സൂം ചെയ്ത് ഇത്ര ആക്കി വെക്കുക. ഓക്കെ, ശേഷം നമുക്ക് ആ ഒരു സൂം ചെയ്ത ആ ഒരു ടെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഒരു മീഡിയം ലെവലിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ച ടെക്സ്റ്റുകൾ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം ഒരുമിച്ചായിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നള്ള് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂള് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ആണോ ഒരുമിച്ച് മൂവ് ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് നള്ള് 1 ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഈ ഒരു വെൻ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നള്ളിൽ പോവുക, 1 സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നള്ളിൽ പോവുക, കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നള്ളിൽ എന്ത് മൂവ്മെന്റ് ചെയ്താലും അത് ആ ഒരു 2 ടെക്സ്റ്റിൽ ഒരുപോലെ വരും. ഓക്കെ, ഇപ്പം നമുക്കൊരു ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോവുക. സൂമിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുമിച്ച് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പലതരത്തിലുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോസിൽ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര കാണിക്കുന്നുള്ളൂ ഈ ഒരു ടെക്സ്റ്റ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സോ നേരെ മറിച്ച് നമുക്ക് വീഡിയോ ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, വീഡിയോ ആഡ് ചെയ്യൽ. ഓക്കെ, അപ്പോൾ വീഡിയോ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാലറിക്ക് വരാം. ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ആഡ് ചെയ്യണത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. സോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏത് ഭാഗമാണോ വേണ്ടത് നോക്കാം. സോ ഈ ഒരു ഭാഗം നമുക്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. അത് ഇവിടെ വെച്ച് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്യാപ് കട്ട് ഓപ്പൺ ആക്കാം. ക്യാപ് കട്ടിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് കാണും. സോ BG റിമൂവ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. സോ ഇത്തരം വീഡിയോസിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ എല്ലാം പോകണമെന്നൊന്നുമില്ല. സോ ചില സ്ഥലത്ത് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. സോ അപ്പോൾ നമുക്കത് കസ്റ്റം റിമൂവൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കാം. വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് റൈറ്റിലേക്കൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം എവിടേക്കാണ് ഒരു റെഡ് ഉള്ളത്. സോ അവിടെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് റിമൂവ് ആയി കിട്ടും. സോ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കാം. ശേഷം നമുക്ക് റൈറ്റിലേക്ക് ആക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കാണും. സോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചൂസ് ചെയ്യാം. സോ നമുക്കിവിടെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അലൈറ്റ് മോഷനിലേക്ക് ഓപ്പൺ ആക്കാം. അലൈറ്റ് മോഷനിലേക്ക് ഈ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ നേരെ ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ഇതിൻ്റെ എഫക്ട് സെക്ഷനിൽ പോവുക. നേരത്തെ ആഡ് ചെയ്ത ഒരു ക്രോമാക്കി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൽ ആ ഒരു കളർ പിക്ക് ചെയ്യുന്ന ടൂൾ എടുക്കുക. ദെൻ ആ ഒരു ഗ്രീന് പിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ത്രിഷോൾഡർ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. സോ ആ ഒരു ഗ്രീന് പോണ വരെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സൈഡിലെ റൈറ്റിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ റിമൂവ് ആക്കണം. സോ അത് റിമൂവ് ആക്കാനായിട്ട് വീണ്ടും എഫക്ട് സെക്ഷനിൽ പോവുക. വൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൽ എൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് വൈപ്പായി പോണ കാണാം. സോ ഈ ഒരു ഫെദർ ജസ്റ്റ് കൂട്ടി കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലും ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ വീണ്ടും നമ്മൾ വൈപ്പ് ആഡ് ചെയ്യുക. ശേഷം ആംഗിൾ ക്ലിക്ക് ചെയ്യുക. ആംഗിൾ നമുക്ക് 90 ആക്കി കൊടുക്കുക. ദെൻ ആ ഒരു സ്റ്റാർട്ടിങ് ക്ലിക്ക് ചെയ്യുക. ശേഷം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. ദെൻ ആ ഒരു ഫെദർ കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് സൂം ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണോ വേണ്ടേ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു വീഡിയോ നമുക്ക് അടിയിൽ നിന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്ത് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടം വെച്ച് ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടം വെച്ചാണ് നമുക്ക് ആ ഒരു ക്യാരക്ടർ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ
ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ആ ഒരു മൂവിങ് ജസ്റ്റ് അവിടുന്ന് അടിയിലാക്കി കൊടുക്കുക. ദെൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഫാസ്റ്റുള്ള ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എഫക്റ്റ് സെക്ഷനിൽ പോവുക. ഈ ഒരു മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ജസ്റ്റ് ഫുള്ളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഈ ഒരു മീഡിയം ലെവലായിട്ട് കൊടുത്താലും മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു അടിയിൽ നിന്ന് മേലോട്ട് വരുന്ന മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നതും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരണമെങ്കിൽ ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോസിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കുന്ന ആ ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ ആ ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ ഒരു 50+ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു PNGs ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഇമേജസ് ഒക്കെ നമ്മുടെ വീഡിയോസിൽ വളരെയധികം യൂസ്ഫുൾ ആവും. സോ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കൊരു ഓവർലി വീഡിയോ ആഡ് ചെയ്തിട്ട് നോക്കാം. സോ ഈ ഒരു ഓവറൽ വീഡിയോ നമ്മൾ ഒട്ടുമിക്ക ഇത്തരം വീഡിയോസിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ ഒരു ഫ്ലവർ വരുന്നത് ഓവർലി. സോ ഈ ഒരു ഫ്ലവർ വരുന്ന ഓവർലി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ശേഷം നമുക്ക് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ പോവുക. ക്രോമാക്കി ആഡ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ആ ഒരു ത്രിഷോൾഡർ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ആയി കിട്ടും. ദെൻ അതിൻ്റെ ബോർഡർ ആൻഡ് ഷാഡോയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഷാഡോയും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ആഡ് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. സോ ഒന്നില്ലെങ്കിൽ നമുക്ക് കളറിൽ പോയിട്ട് ഈ ഒരു കളറൈസ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കളറ് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക. അതെല്ലാം നമുക്ക് വേറെ RGB അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതേഴ്സിൽ പോവുക. അതേഴ്സിൽ പോയിട്ട് ഈ ഒരു ചാനൽ RGB എന്നുള്ള എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു RGBയിൽ ജസ്റ്റ് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറ് കാര്യങ്ങളൊക്കെ മാറണത് കാണാം. സോ അത് നിങ്ങൾ ജസ്റ്റ് ടൈം എടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഓവറിൽ എങ്ങനെയാണ് ആഡ് ആക്കേണ്ടത്, കളർ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? സോ ഇനി നമുക്ക് നെക്സ്റ്റ് വേറെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതെങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസിൽ സൈഡിലൊക്കെ ആയിട്ട് ഫ്ലവർ കാര്യങ്ങളൊക്കെ വെക്കാം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ ഒരു ഫ്ലവർ എടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുക. സോ ഇതേപോലെ തന്നെ ഈ ഒരു ഫ്ലവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഫ്ലവർ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ദെൻ നമ്മുടെ ക്യാരക്ടറിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കുക. സോ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു റൊട്ടേഷനിൽ വരാം. ജസ്റ്റ് ഒരു കീ ഫ്രെയിം സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യുക. എൻഡിങ്ങിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊരു കറങ്ങണ ഒരു ഫീല് കിട്ടും. ദെൻ ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു ആഡ് ചെയ്ത് നമ്മുടെ PNG ജസ്റ്റ് ഒന്ന് ഈ ഒരു മൂവ്മെൻ്റ് ആവണതൊക്കെ. സോ ഇങ്ങനെയാണ് നമ്മുടെ PNG കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഈ ഒരു റൈറ്റ് സൈഡിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ എഫക്ട് സെക്ഷനിൽ പോയിട്ട് ആ ഒരു ഗോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് കുറച്ച് കൊടുക്കുക. സോ അത്യാവശ്യം ആ ഒരു എസ്തെറ്റിക് രീതിയിൽ നമ്മുടെ ആ ഒരു വീഡിയോ വരും. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ഫ്ലവർ ആഡ് ചെയ്യാം. സോ ഒരു ഫ്ലവർ ആഡ് ചെയ്തിട്ട് അടിയിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു എഫക്ട് സെക്ഷനിൽ പോയിട്ട് ഗോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സ്ട്രെങ്ത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസിൽ PNG കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇത്തരം PNGs കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ഫ്രാക്ചൽ വാർപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റാണ് യൂസ് ചെയ്യണത്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഫ്രാക്ചൽ വാർപ്പ് എങ്ങനെ യൂസ് ചെയ്യാന്ന്. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു വീഡിയോയിൽ 5-ാമത്തെ മിനിറ്റും 35-ാമത്തെ സെക്കൻഡിലും ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഫ്രാക്ചൽ വാർപ്പ് യൂസ് ചെയ്യാന്ന്. സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ 5-ാമത്തെ മിനിറ്റിൽ 35-ാമത്തെ സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫ്രാക്ചൽ വാർപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നേരെ നമ്മുടെ വീഡിയോസിൽ വരാം. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക.
എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഫുള്ളാക്കി കൊടുക്കാം. ദെൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതലായിരിക്കും ആ ഒരു ഫ്രാക്ചർ വാർപ്പിൻ്റെ ആ ഒരു ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫ്രാക്ചർ വാർപ്പിൻ്റെ എഫക്റ്റിൽ സെറ്റിങ്ങിൽ പോവുക. ദെൻ നമുക്ക് ആ ഒരു ഡീറ്റെയിലിംഗ് എന്നുള്ള ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ അത്യാവശ്യം നിങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആണോ വേണ്ട അത്രത്തോളം വെച്ച് കൊടുക്കുക. സോ ഏകദേശം ഒരു 96 ഒക്കെ ആക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഇത്തരം വീഡിയോസിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചത്, നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ച് ദെൻ അതിലേക്ക് നമുക്ക് സോങ്ങും ടെക്സ്റ്റും പിന്നെ നമ്മൾ വീഡിയോയും ഫോട്ടോയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ ദെൻ ലാസ്റ്റ് ആയിട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ ഒരു ബോർഡറാണ്. സോ ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ബോർഡർ. സോ അതിനായിട്ട് നമുക്ക് ഷേപ്പിൽ വരാം. സോ ഈ ഒരു ഷേപ്പ് ആഡ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ആക്കി കൊടുക്കുക, ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് എഡിറ്റ് ഷേപ്പിൽ വന്നിട്ട് അതിൽ എക്സും വൈയും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു കോർണറിലായിട്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു കളറിൽ മാസ്കിൽ മാസ്ക് കൊടുക്കുക. ദെൻ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ഇത് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് ആയിട്ട് വരും ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം വീഡിയോസിലൊക്കെ പുതിയ പുതിയ വെറൈറ്റി എഡിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.